ഇന്നത്തെ വീഡിയോയിൽ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണ്. അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ ചക്രവർത്തി. അതുപോലെ തന്നെ ഹുമയൂണിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? അക്ബർ. അതുപോലെ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി 13ാമത്തെ വയസ്സിൽ അക്ബർ രാജ്യാധികാരമേൽക്കുകയുണ്ടായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അക്ബറുടെ യഥാർത്ഥ പേരുണ്ട്. എന്താണെന്ന് അറിയുമോ? ജലാലുദ്ദീൻ എന്നാണ് അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര്. അതുപോലെ പറയുകയാണെങ്കിൽ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബർ ചക്രവർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു? നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അക്ബർ ചക്രവർത്തിയെയാണ്. അക്ബർ നിർമ്മിച്ചൊരു പുതിയ രാജധാനി ഉണ്ട്. ഏതാണെന്ന് അറിയാമോ? ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ച പുതിയ രാജധാനിയാണ്. ആഗ്രയിൽ നിന്നും ഏതാണ്ട് 36 കിലോമീറ്റർ അകലെയാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ഏതാണ്? ബുലന്ദ് ദർവാസയാണ്. ബുലന്ദ് ദർവാസ പണികഴിപ്പിച്ചതും ആര് തന്നെയാണ്? അക്ബർ ചക്രവർത്തി തന്നെയാണ്. ബുലന്ദ് ദർവാസ പണികഴിപ്പിച്ചത് അക്ബർ ചക്രവർത്തി. അതുപോലെ ബുലന്ദ് ദർവാസ പണികഴിപ്പിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അക്ബർ നേടിയ ഗുജറാത്ത് വിജയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അക്ബർ ചക്രവർത്തി എന്ത് പണികഴിപ്പിച്ചത്? ബുലന്ദ് ദർവാസ പണികഴിപ്പിച്ചത്. അതുപോലെ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്ന് പറയപ്പെടുന്നെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നെങ്കിലും അദ്ദേഹം കലയിലും സാഹിത്യത്തിലും ഒക്കെ നല്ല തൽപരനായ ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ അക്ബറുടെ സദസ്സിലെ പ്രധാന കവിയായിരുന്നു ആര്? തുളസീദാസ്. അക്ബറുടെ സദസ്സിലെ പ്രധാന കവി ആരായിരുന്നു? തുളസീദാസ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ രാമചരിതമാനസം എഴുതിയത് തുളസീദാസാണ്. തുളസീദാസാണ്. അതുപോലെ ആഗ്ര കോട്ട, ലാഹോർ കോട്ട, പഞ്ചുമഹല്, ജോധാഭായിയുടെ കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ഏതൊക്കെയാ? ആഗ്ര കോട്ട, ലാഹോർ കോട്ട, പഞ്ചുമഹൽ, ജോധാഭായിയുടെ കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അക്ബറുടെ നിർമ്മിതികൾക്ക് ഏതു മതവുമായി സാമ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്? ബുദ്ധമതവുമായി സാമ്യമുണ്ട്. അതുപോലെ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് പറയുമ്പോൾ അക്ബറുടെ സദസ്സിലെ പ്രധാന സംഗീതജ്ഞനായിരുന്നു ആര്? ടാൻസൻ. ടാൻസന്റെ യഥാർത്ഥ പേരെന്താണ്? രാമതാണു പാണ്ഡെ എന്നാണ് ടാൻസന്റെ യഥാർത്ഥ പേര്. ടാൻസൻ എന്ന് പറഞ്ഞു അദ്ദേഹം ഗോളിയൂറിലാണ് ടാൻസന്റെ ജന്മദേശം. അതുപോലെ നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ടാൻസനെയാണ്. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? ഗോളിയോറാണ്. മധ്യപ്രദേശിലെ ഗോളിയോറാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലം ഗോളിയോറാണ്. അതുപോലെ രുദ്രവീണ പ്രത്യേക ഇൻസ്ട്രുമെൻ്റാണ് കേട്ടോ. അത് പ്രത്യേക ഉപകരണം. അപ്പം ഈ രുദ്രവീണ എന്ന ഉപകരണം ഉപയോഗിച്ചത് ആരാണ്? ടാൻസനാണ് കേട്ടോ. അതുപോലെ ദർബാറി രാഗം ചിട്ടപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ ആരാണ്? ടാൻസനാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജസിയ എന്ന നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ജസിയ എന്ന നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി അക്ബർ ചക്രവർത്തി. അതുപോലെ പറയുകയാണെങ്കിൽ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബറുടെ സദസ്സിലെ ധനകാര്യമന്ത്രിയായിരുന്നു രാജാ തോഡർമാൾ. അക്ബറുടെ ധനകാര്യമന്ത്രി എന്നോ അക്ബറുടെ റവന്യൂ മന്ത്രി എന്നോ ചോദിച്ചാൽ ആൻസർ എന്താണ്? രാജാ തോഡർമാൾ എന്നാണ്.
ബീർബലിന്റെ യഥാർത്ഥ പേരെന്താണ്? രാജാ മഹേഷ് ദാസ്. അക്ബറുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ബീർബൽ. ബീർബലിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ രാജാ മഹേഷ് ദാസ് എന്നായിരുന്നു. രാജാ മഹേഷ് ദാസ് എന്നായിരുന്നു. അതുപോലെ അക്ബറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അക്ബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അക്ബറുടെ ശവകുടീരം എവിടെയാണ്? സിക്കന്ദ്രായിലാണ്. എവിടെയാണ്? സിക്കന്ദ്രായിലാണ്. അതുപോലെ അദ്ദേഹം വളരെ നീതിമാനായ ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അക്ബറുടെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യം ഒരുപാട് വിസ്തൃതി പ്രാപിക്കുകയുണ്ടായി. കാരണം കരുത്തുറ്റ ഒരു മുഗൾ ഭരണാധികാരി കൂടിയായിരുന്നു ആര്? അക്ബർ ചക്രവർത്തി. കരുത്തുറ്റ ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് മുഗൾ സാമ്രാജ്യം ഒരുപാട് വിസ്തൃതി പ്രാപിക്കുകയുണ്ടായി. നമ്മൾ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു. നേരത്തെ രണ്ടുകൂടി അക്ബറെ കുറിച്ചും ബാബറെ കുറിച്ചും ഹുമയൂണിനെ കുറിച്ചും പറഞ്ഞു. അപ്പം ഈ വീഡിയോയിൽ പറയുന്ന 3 വീഡിയോകൾ നമ്മൾ മുഗൾ സാമ്രാജ്യത്തിന് 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്താണ്? പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പരീക്ഷകളിൽ ഇത് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എവിടെ ഉപകാരപ്പെടും? പരീക്ഷകൾക്ക് ഉപകാരപ്പെടും കേട്ടോ.